കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ നയം എന്താണെന്ന് അറിയണം. ലളിതമാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടവന് പാർട്ടിയുടെ സംരക്ഷണം, കള്ളത്തരം ചോദ്യം ചെയ്തവന് പുറത്തേക്കുള്ള വഴി. പയ്യന്നൂരിലെ സത്യസന്ധനായ സഖാവ് ബി കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കുമ്പോൾ കേരളം കാണുന്നത് CPM-ന്റെ അധപതനമാണ്. സ്വർണം മോഷ്ടിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുവാൻ ആഭ്യന്തര വകുപ്പിനും പാർട്ടിക്ക് മുട്ടുവിറയ്ക്കുന്നു. കാരണം വ്യക്തമാണ്. കള്ളനെ തൊട്ടാൽ വിഹിതം പറ്റിയ പിണറായി വിജയൻ വരെയുള്ളവരുടെ പേര് പുറത്തുവരും. കള്ളന്മാരുടെ സംരക്ഷകരായി CPM മാറുമ്പോൾ നീതി ചോദിക്കുന്ന സഖാക്കൾക്ക് ചവറ്റുകൊട്ടയാണ് ഈ പാർട്ടി വിധിച്ചിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് ജാഥ തുടങ്ങിയപ്പോൾ MV ഗോവിന്ദൻ മാഷ് എന്തൊരു വീറിലായിരുന്നു. കണക്ക് ഇന്നു വേണോ നാളെ വേണോ, പയ്യന്നൂരിൽ വെച്ച് എല്ലാം ബോധിപ്പിക്കാം എന്നായിരുന്നു വെല്ലുവിളി. പക്ഷേ പയ്യന്നൂർ എത്തിയപ്പോൾ കണ്ടതോ, രക്തസാക്ഷി ധനരാജിന്റെ ഭാര്യയെ വേദിയിൽ എത്തിച്ച് വൈകാരിക നാടകം കളിച്ചു എന്നല്ലാതെ 10 വർഷമായി ചോദിക്കുന്ന ആ കണക്ക് പുസ്തകം തുറക്കാൻ ഗോവിന്ദൻ മാഷിന് ആംബിയർ ഉണ്ടായില്ല. കണക്ക് ചോദിച്ചവനെ ശകാരിക്കാനും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയുമെന്ന് ഭീഷണിപ്പെടുത്താനുമാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. കുഞ്ഞികൃഷ്ണന്റെ ബോംബ് വരുന്നുവെന്നത് CPM-നെ വിറപ്പിക്കുകയാണ്. പുറത്താക്കപ്പെട്ടെങ്കിലും കുഞ്ഞികൃഷ്ണൻ നട്ടെല്ല് വളച്ചിട്ടില്ല. എന്റെ പുസ്തകം ഇറങ്ങും മുൻപ് നിങ്ങളുടെ തട്ടിക്കൂട്ട് കണക്കൊന്ന് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. രക്തസാക്ഷി ഫണ്ട് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് ഫണ്ടും ഓഫീസ് നിർമ്മാണ ഫണ്ടും എവിടെ പോയി? സഖാക്കൾ പിരിവെടുത്ത കോടികൾ നേതാക്കളുടെ പോക്കറ്റിലാണോ അതോ സ്വർണ്ണ മാഫിയയ്ക്കാണോ പോയതെന്ന് അറിയുവാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന അദ്ദേഹത്തിന്റെ പുസ്തകം നാളെ പുറത്തിറങ്ങുമ്പോൾ പലരുടെയും ഉറക്കം കെടും. അത് ഉറപ്പാണ്. അഴിമതിയുടെയും സ്വർണത്തിന്റെയും പാർട്ടി, പോലീസും ഹൈക്കോടതിയും കണ്ടെത്തിയ സ്വർണ്ണ മോഷണത്തെ വിശ്വസിക്കുവാൻ സഖാക്കൾക്ക് മടിയാണ്. പകരം അവർ സ്വയം വിശ്വസിക്കുന്നത് കള്ളം പറയുന്ന നേതാക്കളെയാണ്. വടക്കേ മലബാറിൽ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോലും കസേരകൾ കാലിയായി കണ്ടത് കാരണം സത്യസന്ധരായ സഖാക്കൾക്ക് ഇനി ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല. ജയിലിലെ കൂലി വർദ്ധിപ്പിച്ചത് ഭാവിയിൽ അകത്തു പോകാൻ സാധ്യതയുള്ള നേതാക്കൾക്ക് വേണ്ടിയുള്ള മുൻകൂർ ജാമ്യമാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. കള്ളനെ കണ്ടാൽ തൊഴുകയും കള്ളത്തരം വിളിച്ചു പറയുന്നവനെ അടിച്ചിറക്കുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു കമ്മ്യൂണിസ്റ്റ് ധർമ്മം കേരളത്തിൽ നടപ്പിലാക്കുകയാണ് പിണറായി സർക്കാർ. ഗോവിന്ദൻ മാഷെ, കണക്ക് ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് പയ്യന്നൂര് വരെ ഓടി. അവിടെ എത്തിയപ്പോൾ പുസ്തകം വീട്ടിൽ മറന്നുപോയോ? ഈ ചോദ്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ട്രെൻഡിങ്ങിലുള്ളത്. അധികാരം തലയ്ക്ക് പിടിച്ച് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച നിങ്ങളുടെ അന്ത്യത്തിന്റെ തുടക്കമാണ് ഈ പയ്യന്നൂർ പോര്. സ്വർണം കട്ടവനെ സംരക്ഷിക്കുന്നവർക്ക് ഇനി ജനങ്ങൾ മാപ്പ് നൽകില്ല. കുഞ്ഞികൃഷ്ണന്മാർ പാർട്ടിക്ക് പുറത്ത് ശക്തിപ്പെടുമ്പോൾ ചീഞ്ഞുമെഴുകിയ നേതൃത്വം അകത്തുനിന്ന് തകരും. നാളത്തെ പുസ്തക പ്രകാശനം വെറുമൊരു ചടങ്ങല്ല, അത് കേരളത്തിലെ CPM എന്ന പാർട്ടിക്ക് നേരെയുള്ള ഒരു വലിയ വിചാരണയായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനം ഇന്ന് വെറുമൊരു മാഫിയ സിൻഡിക്കേറ്റഡ് ആയി അധപ്പതിച്ചിരിക്കുന്നു. മരിച്ചുപോയ രക്തസാക്ഷിയുടെ ചോര വിറ്റ് കാശാക്കുന്നവരും ദൈവത്തിന്റെ സ്വർണം കട്ടവർക്ക് കുട പിടിക്കുന്നവരും ചേർന്ന് കേരളത്തെ കൊള്ളയടിക്കുകയാണ്. സഖാവ് വി കുഞ്ഞികൃഷ്ണൻ എന്ന നട്ടലുള്ള കമ്മ്യൂണിസ്റ്റ് ചോദ്യം ചെയ്തത് ഈ കൊള്ളയെയാണ്. പക്ഷെ പിണറായിയുടെയും ഗോവിന്ദന്റെയും പാർട്ടിക്ക് വേണ്ടത് സത്യസന്ധതയല്ല, പകരം മോഷണ വിഹിതം കൃത്യമായി മേശപ്പുറത്ത് എത്തിക്കുന്ന അടിമ കൂട്ടങ്ങളെയാണ്. കള്ളന്മാർക്കും ക്രിമിനലുകൾക്കും വേണ്ടി ജയിലിലെ കൂലി വർദ്ധിപ്പിച്ച പിണറായി സർക്കാർ വരാനിരിക്കുന്ന നാളുകൾക്ക് വേണ്ടി മുൻകൂർ തയ്യാറെടുപ്പ് നടത്തുകയാണ്. ജയിലിൽ പോകേണ്ടി വന്നാലും രാജകീയമായി വാഴാമെന്ന ഉറപ്പാണ് അണികൾക്ക് നൽകുന്നത്. പക്ഷേ വടക്കേ മലബാറിലെ തറവാട്ട് മുറ്റങ്ങളിൽ ഇന്ന് പിണറായിക്ക് കസേരകൾ കാലിയാകുന്നത് കാണുമ്പോൾ സഖാക്കൾ വിയർക്കുന്നുണ്ട്. നല്ല സഖാക്കളെല്ലാം കുഞ്ഞികൃഷ്ണനൊപ്പം നിൽക്കുമ്പോൾ കൂലിത്തല്ലുകാരെയും ക്രിമിനലുകളെയും വെച്ച് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനാകില്ല.